നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട സംവാദ പരിപാടിയായ ജനസഭയും ഒക്കെ നടക്കുന്നതുകൊണ്ട് ജനൻ ഡിബേറ്റിൻ്റെ സമയക്രമത്തിൽ ഇന്നു മുതൽ ചെറിയ മാറ്റമുണ്ട്. ഇന്നു മുതൽ 6:30 മുതൽ 7:30 വരെയാണ് ജനൻ ഡിബേറ്റ്. ഇന്നു മുതലാണ് ആ മാറ്റം. എല്ലാ പ്രിയ പ്രേക്ഷകരെയും ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഏതാനും ദിവസങ്ങളായി ചർച്ചയാകുന്നത് പൗരത്വ നിയമ ഭേദഗതിയാണ്. ഗതിയില്ലാതെ അഭയം തേടി വന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അതിനൊരു നിയമ സംരക്ഷണം ഒരുക്കുമ്പോൾ മനഃപൂർവ്വം സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? രാജ്യത്തെ ഒരൊറ്റ പൗരനെ ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ന്യൂനപക്ഷ പീഡനവും വോട്ട് ബാങ്കും കണ്ടുവച്ച് ഇടതു വലത് മുന്നണികൾ കാട്ടിക്കൂട്ടുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് മാത്രമാണ്. അണികളുടെ കയ്യടി നേടാനായി ഈ നിയമം ഒന്നും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എന്താണ് അധികാരമുള്ളത്? ഇതാണ് ജനൻ ഡിബേറ്റ് ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിഥികളായി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ BJP, ശ്രീ പണിക്കർ സംവാദകൻ, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ്, ഒപ്പം ഇടതുപക്ഷ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ പണിക്കറിൽ നിന്ന് ഞാൻ ഈ ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ പണിക്കർ, ഈ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരമുള്ളത്? ഈ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അണികളുടെ കയ്യടി വാങ്ങുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഏതാനും ചില മേഖലകളിലെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഇത്തരം റീൽസിലേക്കും ഒപ്പം കയ്യടി നേടാനുള്ള ദൃശ്യങ്ങളിലേക്കും അപ്പുറം എന്ത് ആധികാരികതയാണ് മുഖ്യമന്ത്രിക്ക് ഇത് പറയാനുള്ളത്? ശ്രീ പണിക്കർ. ശ്രീ ഉമേഷ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്, അഥവാ പാർലമെന്റിനാണ്. നമ്മുടെ നാട്ടിലുള്ള ഭരണത്തിന് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണമുള്ള വിഷയങ്ങൾ, കേന്ദ്രത്തിന് നിയന്ത്രണമുള്ള വിഷയങ്ങൾ, ഇരു കൂട്ടർക്കും നിയന്ത്രണമുള്ള വിഷയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്രത്തിന് മാത്രം അവകാശമുള്ള വിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം സാധ്യമായിട്ടുള്ള വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിലും, രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റിൽ തന്നെ സ്റ്റേറ്റ് ഒരു വിഷയത്തിൽ നിയമം ഉണ്ടാക്കുകയും അതേ വിഷയത്തിൽ തന്നെ ഭിന്നമായിട്ടുള്ള ഒരു നിയമം കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന്റെ നിയമം എന്താണോ അത് നിലനിൽക്കും എന്നതാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ ഒരാളിന്റെ അധികാരത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല. നമ്മൾ പറയുന്നത് പോലെ ഒരു യൂണിയൻ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന് മാത്രം അല്ലെങ്കിൽ പാർലമെന്റിന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് 17, 18, 19 എന്നിവയാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത്. ഉദാഹരണത്തിന് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്, ഒരാളിന് പൗരത്വം നൽകേണ്ടത് എങ്ങനെയാണ്, അതിന്റെ നിയമാവലികൾ, ചട്ടങ്ങൾ എങ്ങനെയായിരിക്കണം, നാച്ചുറലൈസേഷൻ അഥവാ നമ്മുടെ നാട്ടിൽ വിദേശത്ത് നിന്നുള്ള ഒരു പൗരൻ ഇവിടെ വന്ന് എല്ലാ രേഖകളോടും കൂടി താമസിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിയുമ്പോൾ അയാൾക്ക് പൗരത്വം നൽകണം, ആ പൗരത്വം നൽകുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം ഏലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, പൂർണ്ണമായ വിദേശ പൗരത്വമുള്ള ആൾക്കാർ, അത് ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം 17 പറയുന്നത്. ഇനി യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം 18 പറയുന്നതനുസരിച്ച് എക്സ്ട്രഡിഷൻ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പൗരത്വം ഇല്ലാത്ത ഒരാളിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, അത് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് വിദേശത്തേക്ക്, അയാളുടെ നാട്ടിലേക്ക് നാട് കടത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നാട് കടത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ, ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് ഐറ്റം 18. അതേപോലെ 19 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഒരു വിദേശിയുടെ പ്രവേശനം അത് അനുവദിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം, ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ്, രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ വിസ, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ്. അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൗരത്വം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, പൗരത്വം നൽകുന്നതുമായോ അത് ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിലെ ഈ 17, 18, 19 എന്നീ ഐറ്റങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ അതിൽ പൂർണ്ണമായിട്ടും ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിനും പൂർണ്ണമായിട്ടുള്ള അധികാരം പാർലമെന്റ് വഴി കേന്ദ്ര സർക്കാരിനാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സ്കോപ്പ് പോലും സംസ്ഥാനങ്ങൾക്കില്ല. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം പൂർണ്ണമായിട്ടുള്ള അവകാശാധികാരങ്ങളുള്ള വിഷയങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്തിയാലും അത് അനുവദനീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും എല്ലാമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശാധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇത് നടപ്പാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് നമ്മളിവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കിയോസ്കുകളൊക്കെ ഇട്ടതിന് ശേഷം അവിടേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബൂത്ത് പോലെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ നടത്തുന്ന ഒരു സംവിധാനമല്ല ഇത്.
അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് തന്നെയുമല്ല, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വിജ്ഞാപനം വന്നതോടുകൂടി നടപ്പായി കഴിഞ്ഞു. അതായത് ഇനി ഇതിനെ തടയാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് നടപ്പായി കഴിഞ്ഞു. അത് നേരത്തെ ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയതോടുകൂടി അതൊരു നിയമമായി മാറി. ആ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി ആ നിയമം പ്രാബല്യത്തിലാണ്. അതായത് ഇനി എന്നോ വരുന്ന ഒരു കാര്യത്തിനെ തടയാനായിട്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നത് പോലെയല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമം നിലവിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഇംപ്ലിമെന്റഡ് ആയിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, അവകാശാധികാരങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ സംയുക്തമായിട്ട് പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി കേരളത്തിലെ നിയമസഭ ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുക, അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക, പൗരത്വത്തിനെ അല്ലെങ്കിൽ ഈ ഭേദഗതി നിയമത്തിനെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അല്ലെങ്കിൽ ഞങ്ങളാണ് അവരുടെ കസ്റ്റോഡിയൻസ്, ഞങ്ങളാണ് അവരുടെ ഗാർഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അതിലില്ല. അപ്പൊ ഇത് ഇലക്ഷൻ പ്രത്യേകിച്ച് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഒരു കാര്യം, വളരെ ലിമിറ്റഡ് സ്കോപ്പ് ആണെങ്കിൽ പോലും അത് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കോടതിയെ സമീപിക്കാൻ സർക്കാരുകൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്ലാസ് ആയിട്ട് ഒരു വർഗീയവൽക്കരണം, ഒരു വർഗവൽക്കരണം അവിടെ നടക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്ലാസ് കൃത്യമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്നും ലീഗലി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിലൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിയമപരമായിട്ട് ഇതിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത് പറയാം. അതല്ല എങ്കിൽ നിലവിൽ ഇംപ്ലിമെന്റഡ് ആയിരിക്കുന്ന ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം നോക്കൂ. ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സിഖുകാരൻ, അയാൾ കേരളത്തിൽ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ട് എന്ന് കരുതുക. ഈ നിയമം ഇന്നലെ വന്നിരിക്കുന്നു. ആ നിയമം വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ, അതായത് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന എന്തൊക്കെ അനുബന്ധ രേഖകളാണോ അതെല്ലാം തന്നെ അയാൾ ഇവിടെ ഹാജരാക്കിയതിനു ശേഷം ഇപ്പൊ തിരുവനന്തപുരത്താണെന്ന് കരുതുക, അവിടെ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ ഇതിനെ തടയാൻ പോകുന്നത്? എങ്ങനെയാണ് കേരള സർക്കാർ ഇതിനെ തടയാൻ പോകുന്നത്? അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. ആ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ്. അങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാതിരിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാതിരിക്കുന്നതിനും, എന്നാൽ നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് തന്നെ നിയമനിർമ്മാണം ചില വിഷയങ്ങളിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ആരുടെ നിയമത്തിനാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ ആരുടെ അധികാരം എവിടെ വരെയാണ് എന്നത് കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുന്നതിനും അത് അനുസ്യൂതം യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ തുടരുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ അതിനർത്ഥം ഭരണഘടനാ വിരുദ്ധമായിട്ട് നമ്മുടെ നേതാക്കൾ പെരുമാറുന്നു എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന, രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്ന, നടപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേവലം നിയമവിരുദ്ധമായിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ CAA എന്ന് പറയുന്ന നിയമം ആപ്ലിക്കബിൾ ആണ്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് തന്നെയല്ല, അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. കാരണം ഭരണഘടനാ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരം നൽകിയിരിക്കുന്ന ഒരു വിഷയത്തിൽ അതിനെ ഞങ്ങൾ തടയും എന്ന് ഏത് മുഖ്യമന്ത്രി, ഏത് രാഷ്ട്രീയ കക്ഷി, ഏത് വ്യക്തി പ്രഖ്യാപിച്ചാലും ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പൊ ഇത് ഭരണഘടനാ വിരുദ്ധമായാലും നിയമവിരുദ്ധമായാലും ഞങ്ങൾ ഇത് പറയും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഉള്ള അവിടുത്തെ ഏതെങ്കിലും ഒരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആളിന് ഇവിടെ പൗരത്വം നൽകുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവരെല്ലാവരും തന്നെ ഇതിനോടൊപ്പം ചേർത്ത് എപ്പോഴും പറയുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അപവൽക്കരിക്കപ്പെടും, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാക്കപ്പെടും. ഇത്തരം പ്രചരണങ്ങളിലൂടെയാണ് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നത്. അവിടെയാണ് ഒരു ആകുലത ഉടലെടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും അതുവഴി ലക്ഷക്കണക്കിനായിട്ടുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിനായിട്ടുള്ള മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വാദമാണ് എല്ലായ്പ്പോഴും ഇവർ പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത്? മുസ്ലിങ്ങളെ ഇങ്ങനെ ഒരു ഭീതിയുടെ നിഴലിൽ നിർത്തുക,
ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ചില പാർട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുക, അതുവഴി അവരുടെ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം അതൊരു വോട്ട് ബാങ്ക്, അവരുടെ ഒരു വോട്ട് ബാങ്കായിട്ട് അവരെ കണ്ടുകൊണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇവരുടെ ശരിയായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് മൈനോറിറ്റികളുടെ സംരക്ഷണമായിരുന്നുവെങ്കിൽ ഈ നിയമം, ഇതിപ്പോ ഈ ചർച്ചയിൽ തന്നെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച അഭിപ്രായം ഉണ്ടാകും, അതേപോലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഭിപ്രായം ഉണ്ടാകും. എനിക്ക് അവരോട് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, ഈ പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാകും. അതിൽ ഇന്ത്യയിലുള്ള മുസ്ലിം പൗരന്മാരുടെ, ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരിയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക. അതല്ല എങ്കിൽ നിലവിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു വരി അതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ ഈ നിയമത്തിൽ എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിലേക്ക് ഭീതി വിതച്ചുകൊണ്ട് അതിന്റെ ഫലം തെരഞ്ഞെടുപ്പ് വഴി കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ ന്യൂനപക്ഷ സംരക്ഷകരല്ല, നേരെ മറിച്ച് ന്യൂനപക്ഷ മർദ്ദകരാണ്. അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ അനീതിയാണ് എന്നുള്ളതാണ് ശ്രീ ഉമേഷ് എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, താങ്കളിലേക്ക് വന്നാൽ പ്രധാനമായും ബി ജെ പിക്ക് നേരെ ഉയരുന്ന ഒരു ആരോപണം, തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ രാഷ്ട്രീയമായി ഒരു മുതലെടുപ്പിന് അല്ലെങ്കിൽ മതധ്രുവീകരണത്തിന് ബി ജെ പി ഈ പൗരത്വ ഭേദഗതി നിയമത്തെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരമൊരു ധൃതി പിടിച്ചൊരു നടപ്പിലാക്കാനായി ശ്രമിക്കില്ലായിരുന്നു. അതാണ് പ്രധാനമായും CPM-ഉം അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും ഒക്കെ ശക്തമായി ബി ജെ പിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ആദ്യമേ പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്കിതിനകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് സ്വാധീനിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് നേടേണ്ട ഒരവസ്ഥയുമില്ല. ഇനി നേരത്തെ ഇതിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഇപ്പോൾ അവതാരകൻ പറഞ്ഞത് ധൃതി പിടിച്ച് ഇത് കൊണ്ടുവന്നു എന്നാണ്. ധൃതി പിടിച്ചിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. 2019 1955 രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ 55 ഉണ്ടാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ആ 2019 മുതൽ ആ നിയമം നിർമ്മിക്കപ്പെട്ടു, നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരവും കിട്ടി. ഇപ്പോഴത്തേത് എന്ന് പറയുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളാണ് ആവിഷ്കരിക്കുന്നത്, ചട്ടങ്ങൾ ആവിഷ്കരിച്ചത് ഒരു നിയമം നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. അല്ലാതെ നിയമം ഇപ്പോൾ ഒന്നല്ല, നിയമം വളരെ നേരത്തെ ഒന്നാണ്. അതല്ല ശ്രീ ചട്ടങ്ങളായി രാധാകൃഷ്ണൻ, ഞാൻ മുന്നോട്ട് വെച്ച ചോദ്യം, ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ ബി ജെ പി കാണിച്ച തിടുക്കം, അതാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അല്ല, തെരഞ്ഞെടുപ്പിനല്ലല്ലോ. ഞങ്ങൾ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ആ പ്രകടന പത്രികയ്ക്ക് ജനങ്ങൾ അംഗീകാരം നൽകുകയും ചെയ്തു. ജനങ്ങളുടെ മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേറി അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ രഹസ്യമായിട്ട് കൊണ്ടുവന്നതല്ലല്ലോ. ഞങ്ങളുടെ 2 പ്രകടന പത്രികകളിൽ ഇത് പറഞ്ഞിട്ടില്ലേ? ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണോ തെറ്റ്? ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ അധികാരത്തിലേറ്റിയത് എന്തിനാണ്? ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളും UDF സുഹൃത്തുക്കളും ഒരുപോലെ ആശങ്കപ്പെടുകയും അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ട് എന്ന് ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ ആരുടെ മൗലിക അവകാശങ്ങളാണ് ഈ നിയമം മൂലം ലംഘിക്കപ്പെടുന്നത്? അതൊന്നറിയണം. ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന 140 കോടി ജനങ്ങളിൽ ആരുടെ അവകാശങ്ങളാണ് ഈ നിയമം ലംഘിക്കുന്നത്? എൻ്റെ അറിവിലില്ല. ഈ നിയമം നിലവിലുള്ള ഒരു പൗരന്മാരെയും ബാധിക്കുന്ന ഒന്നല്ല.
ഈ നിയമം അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അവിടെ മതപീഡനങ്ങൾക്ക് വിധേയമായി ഇരയാക്കപ്പെടുകയും അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് അഭയം നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്കും കോൺഗ്രസ്സുകാർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഞാൻ ഒരു കണക്ക് പറയാം സാർ. 1947 26% പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ. ഇന്ന് അവരുടെ അംഗസംഖ്യ 2% സാർ. ബാക്കി 24% എവിടെ പോയി? ആ 24% ജനങ്ങൾ കൈയടക്കി വെച്ചിരുന്ന വസ്തുവകകൾ, അവരുടെ ആരാധനാലയങ്ങൾ, ഇതൊക്കെ എവിടെ പോയി? അതൊക്കെ പോകാനുള്ള കാരണം അവിടെ ഹിന്ദു മതം മാത്രമല്ല, സിഖ് മതവും ക്രൈസ്തവ മതവും ജൈന മതവും ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി വരുന്നവരുമുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ നിയമം. അല്ലാതെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഒരാളെയും ബാധിക്കുന്ന ഒന്നല്ല. ഇന്ത്യയിലെ ഒരാളുടെയും ഭരണഘടന നൽകുന്ന ഒരവകാശത്തെയും ലംഘിക്കാത്തൊരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? അതിനവർ ഉന്നയിക്കുന്ന കാര്യം സെക്കുലർ ക്രെഡൻഷ്യൽ നഷ്ടമാകുന്നു എന്നാണ്. എന്താണ് ഈ സെക്കുലർ ക്രെഡൻഷ്യൽ? 30% ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ, ഇന്ന് അവിടെ ഉള്ള ഹിന്ദുക്കളുടെ അംഗസംഖ്യ 6%. മതന്യൂനപക്ഷങ്ങളുടെ അംഗസംഖ്യ ക്രമത്തിനനുസരിച്ച് കുറയുകയും അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ മത അംഗസംഖ്യ കൂടുകയും ചെയ്ത് ഇന്നിപ്പോൾ 90%, 91%, 96% ബംഗ്ലാദേശ്. ഈ സത്യമൊന്നും അറിയാഞ്ഞിട്ടല്ല ശ്രീ കെ രാധാകൃഷ്ണൻ. ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഇങ്ങനെ ഈ ആളുകളെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്ക് കണക്കുകൾ നിരത്തുന്നത്, ഇത്തരം കവലപ്രസംഗങ്ങൾ നടത്തുക, ഈ കണക്കുകളൊന്നും ഈ സത്യാവസ്ഥ അറിയാഞ്ഞിട്ടല്ല. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴേണ്ട ചില മേഖലകളിൽ, പ്രത്യേക ചില മേഖലകളിൽ വോട്ട് ബാങ്കുണ്ട്. അതിനെ കൃത്യമായി തങ്ങളിലേക്ക് എത്തിക്കാൻ മത്സരിക്കുകയാണ്. അതിനാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളൊക്കെ എത്തുന്നതിനൊക്കെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മറുപടി ഉണ്ടെന്നറിയാം. ആ മറുപടിയിലേക്ക് മടങ്ങിയെത്താനും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം വളരെ വേഗം മടങ്ങിയെത്തും. ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഒരു തരത്തിലും ഭാരതത്തിലുള്ള ഒരു പൗരനെ പോലും ബാധിക്കാത്ത ഒരു നിയമം, അഭയം തേടി വന്ന അഭയാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിയമ ഭേദഗതി, എന്തിനാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മുന്നിലുള്ളപ്പോൾ ഈ നിയമം നടപ്പിലാക്കില്ല എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണവും ഒക്കെ ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇങ്ങനെ നടത്തുന്നത്? ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയാണ്. ഒന്ന്, ഇതൊരു കേന്ദ്ര നിയമമാണ്, സെൻട്രൽ ലിസ്റ്റാണ്, അതും നമുക്ക് എതിർക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു സംവിധാനം. അതുപോലെ തന്നെ ഇതിന് പ്രാദേശികമായിട്ട് പൗരത്വം നൽകുന്ന കാര്യം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്ര നിയമം വന്നാൽ നമ്മളെല്ലാവരും അതനുസരിച്ചേ പറ്റും. അതതിന്റെ നിയമപരമായ ഒരു ഭാഗം. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ്സുകാരോടും മുസ്ലിം സമുദായ സംഘടനകളോടും രാഷ്ട്രീയ സംഘടനകളോടും പറയാനുള്ളത്, BJPയുടെ കെണിയിൽ വീഴരുതെന്ന്. BJP വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. 92 ബാബറി മസ്ജിദ് പള്ളി തകർത്തപ്പം അന്ന് ഇന്ത്യയിൽ BJP ഒരു ശക്തിയുള്ള പാർട്ടിയല്ലായിരുന്നു. ആ പള്ളിയുടെ പേരിൽ പറഞ്ഞ് ഞങ്ങൾ അമ്പലം പണിയും എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ധ്രുവീകരണം ഉണ്ടാക്കി, ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ അത് ഹിന്ദു വർഗീയ സംഘടനകൾക്കാണ് ഗുണം ചെയ്യുന്നത്. ആ ഗുണത്തിന്റെ പേരിൽ 2 സീറ്റിൽ നിന്ന് വളർന്ന് BJP ഇന്ത്യയിൽ ഒരു മഹാമേരുവായിട്ട് വന്നു. അത് ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെയായിരുന്നു. ഇവിടെയും ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരും സാറും ഒക്കെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 106 അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്, 448 ആർട്ടിക്കിൾ. 106ാമത്തെ അമെന്റ്മെന്റ് വനിതാ സംവരണമായി. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഗാന്ധിജി പണ്ട് പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് 2023 പാസ്സാക്കി 6 വർഷം കഴിഞ്ഞ് വേണ്ടി വന്നാൽ നടപ്പിലാക്കാമെന്നുള്ള, വനിതകളുടെ കുറച്ച് വോട്ട് പിടിക്കാൻ നടപ്പിലാക്കാൻ പാടില്ല എന്ന് BJP തന്നെ വിചാരിച്ചതും എന്നാൽ നടപ്പിലാക്കുമെന്ന് പറയുന്നതുമായ ഒരു നിയമം. ഇവിടെയും അതുപോലെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഇതിന് നമ്മൾ നമ്മുടെ ഭരണഘടനയുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 മുതൽ 11 വരെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് എങ്ങനെയൊക്കെ നൽകണം എന്ന് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത്. ആ ആർട്ടിക്കിളുകളിൽ പറയുന്നതിന് വിരുദ്ധമാണ് ഈ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്.
ഈ സിറ്റിസൺ അതിലേക്ക് ഞാൻ വരാം. ആർട്ടിക്കിൾ 368 അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എപ്പോഴും അമെന്റ് ചെയ്തത്. അമെന്റ് ചെയ്യുമ്പോൾ 1973 കേരളത്തിൽ നിന്ന് പോയ കേശവാനന്ദ ഭാരതി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 13 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഫെഡറൽ നേച്ചർ, സെക്യുലർ നേച്ചർ, ഡെമോക്രാറ്റിക് നേച്ചർ, യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഡിഗ്നിറ്റി, ഓരോ സ്പെസിഫിക് ആയിട്ട് അതിൽ പറഞ്ഞു. ഇതൊന്നും ബാധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭരണഘടന അമെന്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഭരണഘടന അമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സാധുതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോർഡിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ കേന്ദ്രത്തിന് ഏത് നിയമവും പാസ്സാക്കാം. പ്രസിഡന്റ് ഒപ്പിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നിയമം പ്രാബല്യത്തിൽ വരും. ഇത് 2019 പ്രാബല്യത്തിൽ വന്ന നിയമമാണ്. പക്ഷെ ഫോഴ്സിലാവണമെങ്കിൽ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഏതൊരു നിയമം അതിന്റെ ചട്ടങ്ങൾ വന്നെങ്കിൽ മാത്രമേ ആ നിയമം അതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം പോരാ. പ്രായോഗികമാണെങ്കിൽ അങ്ങനെ ഒരു കടമ്പൂടി. അവർ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ ഇപ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ CAA തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ കെണിയിൽ ഇവിടുത്തെ മതേതര പാർട്ടികളോ ജനാധിപത്യ പാർട്ടികളോ അതുപോലെ ഇന്ത്യൻ ഫെഡറൽ നേച്ചർ വിശ്വസിക്കുന്നവരോ മതേതരത്തിൽ വിശ്വസിക്കുന്നവരോ ബഹുമാനപ്പെട്ട മുസ്ലിങ്ങളോ വീണുപോരുത്. ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞത്, ഇന്ത്യയിലുള്ള ഏകദേശം 20 കോടിയിൽ കൂടുതൽ മുസ്ലിങ്ങളുണ്ട്. അവരെ ബാധിക്കുന്നതല്ല ഇത്. പക്ഷേ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന നമ്മൾക്ക് എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് കിട്ടാം എന്ന് പറയുന്നതിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രധാനമായിട്ട് പറയുന്ന റൈറ്റ് ടു നമുക്ക് ബിലീഫ് ഉണ്ട്. റിലീജിയസ് ബിലീഫിനെ കുറിച്ച് 25 മുതൽ 28 വരെ പറയുന്നു. ഒരു വ്യക്തിക്ക് ഒരു സമുദായമോ ജാതിയോ പ്രാക്ടീസ് ചെയ്യാനോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള അധികാരമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് പണിക്കർ പറഞ്ഞ സിറ്റിസൺഷിപ്പ് അമെൻഡ് ആക്ട് ശരിയാണ്. ആ സിറ്റിസൺഷിപ്പ് അമെൻഡ് ആക്ടിൽ പറയുന്ന വാചകം, പ്രൊവൈഡഡ് ദാറ്റ് എനി പേഴ്സൺ ബിലോങ്ങിങ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ who entered into India on or before the 31st day of December 2014 shall not be treated as illegal migrant for the purpose of this act. അപ്പോൾ 2014 ഡിസംബർ 31 മുമ്പ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ ഇവരെ മാത്രം ഇല്ലീഗലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നീടുള്ള ഒരു മതം എന്താ ലോകത്ത് തന്നെ ഉള്ളത്? മുസ്ലിം മതമാണ്. അപ്പോൾ ആ മതം പ്രത്യേകിച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ അമെന്റ്മെന്റിൽ മുസ്ലിം മതം എന്ന് പറയുന്നില്ല. ഈ 5 മതക്കാര് ഇല്ലീഗൽ ട്രീറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ ബാക്കിയുള്ള മതസ്ഥർ, പ്രധാനമായിട്ടും മുസ്ലിം മതം, അവര് വന്നു കഴിഞ്ഞാൽ അവരെ ഇല്ലീഗലായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അമെന്റ്മെന്റ് ആക്ടിന് ശേഷം പൗരത്വം നൽകാൻ പാടില്ല. ശരിയാണ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ ഡിസ്ക്രിമിനേഷൻ ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടി എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഭരണഘടനയിൽ 5 മുതൽ 11 വരെ ഇതിനകത്തെങ്ങും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കുകയും, സ്പെഷ്യലായി പ്രത്യേകിച്ച് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന മുസ്ലിങ്ങളും വരെ ഈ അമെന്റ്മെന്റിൽ ആർട്ടിക്കിൾ 6 വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം അവർക്കൊക്കെ ഭരണഘടന കൊടുക്കുന്ന രീതികളെ കുറിച്ചാണ് പറയുന്നത്. അമെന്റ്മെന്റ് ഇത് പൗരത്വം കൊടുക്കുന്നത് അവിടെ എങ്ങും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും കൊടുക്കാവൂ എന്ന് നമ്മുടെ ഈ ആർട്ടിക്കിളുകളിൽ പറയുന്നില്ല. അവിടെയാണ് ഇത് ഭരണഘടന, ഇത് എഗൻസ്റ്റ്, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നു, ഭരണഘടന വിരുദ്ധമാണെന്ന് പറയുന്നു. ഇനി ഇതിനകത്തുള്ള ഇതിന്റെ രാഷ്ട്രീയ നേട്ടം, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞതുപോലെ, വനിതാ നിയമത്തെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്? 2019 ഈ നിയമം പാസ്സാക്കിയത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിന് വന്നാൽ 1, 2 അല്ലെങ്കിൽ 1 വർഷം തന്നെ അധികം. ഇത്രയും 5 വർഷം ഉണ്ടായിരുന്നിട്ടും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാതെ 2024 മാർച്ച് മാസത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. അതിന് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പിലാണ് ഇലക്ടറൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരികയും ഹരിയാന, രാജസ്ഥാൻ എന്ന സ്ഥലങ്ങളിൽ BJPയുടെ സിറ്റിംഗ് MP തന്നെ BJP വിട്ട് കോൺഗ്രസിൽ കുറെ അധികം പേര് BJPയിലേക്ക് വന്നുകൊണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കുറെ അധികം 2 MP ഉൾപ്പെടെ കുറെ അധികം പേര് BJP വിട്ട് കോൺഗ്രസിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഒരു ടാർഗറ്റ് 400 MP എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അവരുടെ ടാർഗറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ 400 MP അല്ലെങ്കിൽ 300 മുകളിലേക്ക് പോയി 272 എന്ന മാന്ത്രികത്വത്തിലേക്ക് മുകളിലേക്ക് വന്ന്
അവർക്ക് ഭൂരിപക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP-യുടെ കയ്യിൽ ഒറ്റ ആയുധമേ ഉള്ളൂ, ഹിന്ദുത്വ അജണ്ട, മറ്റൊന്നുമില്ല. കേരളത്തിലെ പോലെ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ ഹിന്ദുത്വ അജണ്ട അല്പം വിജയിക്കാൻ സാധ്യതയുള്ളൂ തമിഴ്നാട്ടിലാണ് ഇപ്പോഴത്തെ സാഹചര്യം. വടക്കേ ശ്രീ ഇന്ത്യൻ ബലദേവ്, അങ്ങനെ ഒരു അജണ്ട കൊണ്ട് മാത്രം BJP-ക്ക് തുടർച്ചയായി 10 വർഷവും ഭരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഹിന്ദുത്വ അജണ്ട ഇല്ല എന്നല്ല, സ്വാഭാവികമാണ്. BJP-യുടെ പ്രഖ്യാപിത നിലപാട് നയം ഒക്കെ തന്നെയാണ് അത്. ജനങ്ങളെ, വോട്ടർമാരെ കേവലം വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. മാത്രമല്ല ഇതൊന്നും BJP രഹസ്യമായിട്ട് നടത്തിയതല്ലല്ലോ. BJP-യുടെ പ്രകടന പത്രികയിൽ എഴുതി ജനങ്ങളിലേക്ക് കൊടുത്തതല്ലേ, ഞങ്ങൾ ഇതൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും, അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും, അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരും, ഇതൊക്കെ എഴുതി ജനങ്ങളിലേക്ക് കൊടുത്ത് മത്സരിച്ച് വോട്ട് ചെയ്ത് വിജയിച്ച് അധികാരത്തിൽ വന്നതല്ലേ. പിന്നെ അവർക്ക് നടപ്പിലാക്കുന്നതിൽ എന്താണ് തടസ്സം? ശ്രീ ബലദേവ്, BJP-യുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, വിദേശത്തുനിന്ന് വരുന്ന മുസ്ലിങ്ങളുടെ പൗരത്വത്തെ കുറിച്ച് പരിശോധിക്കുമെന്നേ ഉള്ളൂ, അല്ല അവർക്ക് പൗരത്വം നൽകില്ല എന്നവർ പറഞ്ഞിട്ടില്ല. അവരുടെ മാനിഫെസ്റ്റോയുടെ എടുത്ത് പറയട്ടെ, ആ പൗരത്വത്തെ കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. പിന്നീട് ഇത് ഹിന്ദു വർഗീയത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 35.5% വോട്ട് കിട്ടി. ഒരിക്കലും ഞാൻ അതർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് 50% വോട്ട് കിട്ടി ആരും എങ്ങും ഭരിച്ചിട്ടില്ല. പക്ഷേ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദു വർഗീയത ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഒന്ന് അയോധ്യ ക്ഷേത്രം പണിതോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. ഇപ്പോൾ അതിനുശേഷം, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, BJP-യുടെ കെണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മുസ്ലിം സംഘടനകളോ വീഴരുത്. ഇതിനെതിരെ ശരിയാണ്, പണിക്കരൊക്കെ പറഞ്ഞ് ശരിയാണ്, പ്രതികരിക്കാതിരുന്നാൽ മതി. പ്രതികരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദേശീയ തലത്തിൽ ഇപ്പോൾ സംഘർഷമുണ്ടായി. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ സംഘർഷമുണ്ടായി. കേരളത്തിൽ പ്രക്ഷോഭങ്ങളുണ്ടായി. ഈ പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് മുസ്ലിം വർഗീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഹിന്ദുക്കൾ സംഘടിക്കും. ആ ഹിന്ദു മുസ്ലിം വർഗീയതയിലൂടെ തീർച്ചയായിട്ടും ഒരു ഹിന്ദു വർഗീയത ഉയർന്നു വരും. ഇന്ത്യയെ സംബന്ധിച്ച് 80% കൂടുതൽ ഹിന്ദുക്കളാണ്. അപ്പോൾ അവിടെ വർഗീയതയിൽ 80% ഹിന്ദുക്കൾ പോകണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ വരുന്നതിന് നമുക്കറിയാം 2-3% വോട്ടായിരിക്കും വ്യത്യാസം. നേരത്തെ പറഞ്ഞ പോലെ 35% വോട്ടാണ് BJP ഇപ്പോൾ 380 സീറ്റുള്ള BJP-ക്കുള്ളത്. അപ്പൊ 2-3% വോട്ടിന് ഒരു ചെറിയ വർഗീയത പൊക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ അധികാരത്തിൽ വരുന്നതിന് അവർക്ക് 350-400 എന്നുള്ള ടാർഗറ്റിലേക്ക് പോവുകയോ ഒരുപക്ഷെ BJP-ക്ക് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം. വികസന പ്രവർത്തനം ഞങ്ങളൊക്കെ പറയുന്നതിനൊന്നും പൊതുജനത്തിന്റെ കണ്ണിൽ മണ്ണ് വരടാനൊന്നും പറ്റില്ല. കാരണം എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ? കുറെ റോഡുകൾ പണിയുന്നുണ്ട്. അതിന് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 2016 നോട്ട് നിരോധിക്കുമ്പോൾ 16 ലക്ഷം കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ 32 ലക്ഷം കോടിയുണ്ട്. 16 ലക്ഷം കോടി രൂപ 8 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതങ്ങനെ, അപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പോകണ്ട. തൊഴിലില്ലായ്മയുടെ കാര്യങ്ങളും ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ടോ വികസന പ്രവർത്തനം പറയാൻ? ഒരാൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടോ? ഒരാൾക്കും തൊഴിൽ നൽകിയിട്ടില്ല. ഉള്ള തൊഴിലുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, അങ്ങനെ വിറ്റഴിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ നേരിടുന്നതാണ് തൊഴിലില്ലായ്മ. അത് പരിഹരിക്കപ്പെടാനില്ലാതെ ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്, എന്റെ അറിവിൽ കുറെ റോഡുകൾ പണിഞ്ഞിട്ടുണ്ട്. ആ റോഡുകൾ പണിയുന്നതിന് റിസർവ് ബാങ്കിനെ കൊണ്ട് നോട്ടടിപ്പിക്കുകയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഹരി വിറ്റോ ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ റോഡ് പണിയുന്ന മാത്രമാണോ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എയർപോർട്ടുകളൊക്കെ സ്വകാര്യ വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ബലദേവ്, സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് താങ്കൾ സംസാരിക്കുന്നത്, അതുകൂടെ മറന്നു പോരുത്. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല ഇവിടെ. അതിന് സുപ്രീം കോടതി നാളെ കേസ് കിടക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞല്ലോ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന്, സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം എത്രയോ കോടി രൂപ കടമെടുക്കുന്നു. കേന്ദ്രം എവിടുന്നല്ല, നാഷണൽ ഹൈവേ തന്നെ പണിയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വിദേശത്ത് നിന്ന് പണം എടുത്തിട്ടുണ്ട് കടം. ആ പണം കടമെടുത്താണ് ഇവിടെ അടിക്കുന്ന നോട്ടുകൾ കൂടാതെ ഓഹരി വിൽക്കുന്നതും കൂടാതെ പണം കടമെടുത്താണ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്. കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനല്ല, അല്ലെങ്കിൽ അത്തരം ഇടപെടലത്ത് ശമ്പളം കൊടുക്കാനല്ല ശ്രീ ബലദേവ്. റോഡുകൾ നിർമ്മിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനും ഒക്കെയാണ്. അല്ലാതെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ കോടതിയിൽ പോയി കരയുന്ന ഗതികേടൊന്നും ഇല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതല്ല. ഇപ്പോൾ ആകെ 55 ലക്ഷത്തിൽ 7 ലക്ഷം ഒഴിഞ്ഞു കിടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഡിഫൻസിൽ ഒഴിഞ്ഞു കിടക്കുന്നു, റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ 2022 മാർച്ചിൽ പറഞ്ഞ കണക്കെടുത്തോട് വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞാണ് ലക്ഷക്കണക്കിന് ഒഴിഞ്ഞു കിടക്കാണ്. അപ്പൊ ശമ്പളം കൊടുക്കണ്ടല്ലോ. 7 ലക്ഷം പേര് എന്ന് പറയുമ്പോൾ എത്ര രൂപ പ്രതിമാസം കൊടുക്കണ്ട? ശമ്പളം ശമ്പളം തൊഴിലാളികളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരും. അപ്പൊ ശമ്പളം മുടക്കണ്ടല്ലോ. പിന്നെ കേന്ദ്രത്തിന് ഈ പറഞ്ഞതുപോലെ നോട്ടടിച്ച് കടന്നു വിൽക്കാം. സംസ്ഥാന ഗവൺമെന്റ് നോട്ടടിക്കാൻ പറ്റില്ലല്ലോ. കേന്ദ്രത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാം. കേരളത്തിൽ അതുണ്ട് അങ്ങനെ വിൽക്കാൻ. അപ്പൊ അതില്ല. കേരളത്തിൽ ഒരു സംസ്ഥാനങ്ങൾക്കും ഇല്ല അങ്ങനെ വിൽക്കാൻ. കേന്ദ്രത്തിലാണ് ഇതിന്റെ എല്ലാ അധികാരമുള്ളത്. എയർപോർട്ട് വിൽക്കാം, റെയിൽവേ വിൽക്കാം, LIC വിൽക്കാം, നവരത്ന കമ്പനികൾ വിൽക്കാം, അതിന്റെ എല്ലാ ഷെയറുകളും വിൽക്കാം. അപ്പൊ അത് വികസന പ്രവർത്തനങ്ങൾ അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ വികസന പ്രവർത്തനങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്,
ശ്രീ പണിക്കരൊക്കെ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ കെണിയിൽ വീണ് ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കി ഹൈന്ദവ വർഗീയത വളർത്തിയെടുത്ത് BJPയെ സഹായിക്കരുത്. ഇത് BJPയുടെ ഒരു കെണിയാണ്. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലടുപ്പിച്ച് 400 എന്ന ടാർഗറ്റിലേക്ക് പോകാനുള്ള ഒരു കെണി. ഇതിനകത്ത് 2-3% വോട്ട് അധികം കിട്ടിയാൽ കൂടുതലൊന്നും വേണ്ട. ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 1-2% വോട്ട് അധികം കിട്ടിയാൽ കിട്ടുന്നത് നിരവധി സീറ്റുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരു കെണിയാണിത്. അല്ല, ഇതിനകത്ത് ഒരു സതുദ്ദേശവുമല്ല, ദുരുദ്ദേശവുമല്ല, വെറും രാഷ്ട്രീയ ഗിമിക്ക് എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇത് 2020-ലോ 2021-ലോ 2022-ലോ ഒക്കെ നടപ്പിലാക്കാമായിരുന്നു. പിന്നെ ഇതിന് കേസുകൾ സുപ്രീം കോടതി കിടപ്പുണ്ട്. ശരിയാണ് ശ്രീജിത്തൊക്കെ പറഞ്ഞത്, കേസുകൾ സുപ്രീം കോടതി കിടപ്പുണ്ട്. ഇന്ത്യ ഏത് നിയമം പാസ്സാക്കിയാലും, എത്ര ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കി, ഒരു സെക്കൻഡ് കൂടെ, ആ നിയമം നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നാളെ അമെന്റ്മെന്റ് ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ഇതിന് വിലയില്ല. ഇലക്ട്രൽ ബോണ്ടിന് വന്നതുപോലെ കോടതികൾക്കാണ് അധികാരം. അന്തിമമായിട്ട് വിധി പറയുന്നത് ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ നിയമത്തെ വിശകലനം ചെയ്ത് അന്തിമ വിധി പറയേണ്ട സുപ്രീം കോടതിയാണ്. കേസുകൾ ഇത്രയും നാൾ കോടതി എടുക്കാതിരുന്നത്, കൗണ്ടർ അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്തിരുന്നത്, ഞങ്ങൾ ഇതുവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്തിട്ടില്ല. അത് വന്നതിന് ശേഷം കോടതി പരിഗണിക്കട്ടെ. ശ്രീ ബലദേവ്, പ്രൊഫസർ റോണി, ഈ വിഷയത്തിൽ LDF പ്രതിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് താങ്കളോടും ചോദിക്കാനുള്ളത്. നേരത്തെ ബലദേവ് സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഇത് ഭാരതത്തിലെ ഒരു പൗരനെ ബാധിക്കുന്ന നിയമമല്ല, അഭയം തേടി എത്തിയവർക്ക് ആശ്രയം നൽകുന്ന ഒരു ഭേദഗതി മാത്രമാണ്. പിന്നെ എന്താണ് കോൺഗ്രസിനെ ഇതിനകത്ത് അസ്വസ്ഥമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം? ഉമേഷ്, നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമം നിലവിൽ വന്നത് 1955-ലാണ്. ഈ പൗരത്വ നിയമത്തില് ഭേദഗതി വരുന്നത് ഇതാദ്യമായിട്ടല്ല. 1987-ലും 2004-ലും ഇതിനു മുമ്പ് പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട്. അന്നൊന്നും ഈ പറയുന്ന വിഷയങ്ങളൊന്നും അന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും വിഷയം ഉണ്ടാകുന്നതിന് കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് മതപരമായിട്ടുള്ള വിവേചനമുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് BJPയുടെ സംഘപരിവാറിന്റെ അജണ്ടയുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ. കാരണം ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ 2019-ൽ കൊണ്ടുവന്ന് ഇപ്പോൾ 4-5 വർഷം കഴിഞ്ഞ് ചട്ടവും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്ന ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നു, 3 രാജ്യങ്ങളിൽ മതപരമായി വിവേചനം നേരിടുന്ന വിഭാഗങ്ങൾ അവര് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിരിക്കുന്നു, അഭയാർത്ഥികളായി വന്നിരിക്കുന്നു, അവർക്ക് പൗരത്വം നൽകുന്നു. അപ്പോൾ ഞാനൊരു കാര്യം കൃത്യമായി ചോദിച്ചോട്ടെ, ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മതപരമായി വിവേചനം നേരിടുന്ന മറ്റു വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും കടന്നു വന്ന ഷിയ, ബലൂജികൾ, അഹമ്മദിയർ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്ന ഹസാരിസ്. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഈ പറയുന്ന പൗരത്വം നിഷേധിക്കുന്നത്? അപ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പൗരത്വം നിഷേധിക്കുക. പിന്നെ ചോദിച്ചു, ഇത് പൗരത്വം പിന്നെ നൽകാനല്ലേ? പൗരത്വം നൽകാനുള്ള വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ആശങ്ക? ഞങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ ആശങ്കയുണ്ട്. കാരണം ഇത് പൗരത്വ നിയമം മാത്രമല്ല, ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട്, ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഈ രാജ്യത്ത് വരാൻ പോകുന്നത് NPR-ഉം NRC-യും. 2003-ൽ അന്ന് AB വാജ്പേയി സർക്കാർ ഈ പറയുന്ന NPR-ഉമായും NRC-യുമായും ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2011-ലെ സെൻസസിൽ അതിന്റെ അടിസ്ഥാനത്തില് NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. മോദി ഗവൺമെന്റിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, സെൻസസ് നടത്തി, സെൻസസിന്റെ അടിസ്ഥാനത്തിൽ NPR തയ്യാറാക്കി, NPR-ന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ NRC നടത്തും. NRC എന്ന് പറഞ്ഞാൽ നാഷണൽ സിറ്റിസൺഷിപ്പ്. അവിടെ വരുമ്പോഴാണ് ഈ പൗരത്വം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വരാൻ പോകുന്നത്. ഞാൻ കൃത്യമായി പറയാം, ഇന്ത്യയിൽ നിങ്ങൾക്ക് പരിശോധിക്കണം, ഇന്ത്യയിൽ NRC നടപ്പാക്കിയ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. 2017-ൽ അവിടെ NRC പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ അറിയണം, അന്ന് ആസാമിൽ ഉണ്ടായിരുന്ന മൊത്തം ജനസംഖ്യ 3,29,00,000. അതില് ഈ NRC പ്രസിദ്ധീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പൗരത്വം കിട്ടിയ എത്ര ആൾക്കാർ അറിയോ? 1,90,00,000. എന്തുകൊണ്ട് ശ്രീ റോണി ബംഗ്ലാദേശിൽ നിന്ന് കടന്നേറിയ ആളുകളുടെ വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, അതിനൊരു മതപരമായ ഒരു പരിവേഷം എടുക്കരുത്. അവിടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ വളരെ കൃത്യമായി തന്നെ 40 ലക്ഷത്തോളം ആളുകൾക്കാണ് പിന്നീട് രണ്ടാമതോട് വലിയ പ്രശ്നമുണ്ടായി. കാരണം എന്താ? ജനസംഖ്യയുടെ പകുതിയെ പുറത്തായി പോയി പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്നും. അവിടെ വീണ്ടും സുപ്രീം കോടതി കിടന്നിട്ട് വീണ്ടും NRC വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ 40 ലക്ഷം പേര് പുറത്തായി. ആ 40 ലക്ഷം ആളുകൾ ഏകദേശം 14 ലക്ഷത്തോളം എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ കൃത്യമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇത് എന്ന് പറയുന്നത് ഒരു മതത്തിന് മാത്രം പ്രശ്നമല്ല. ഇത് എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നിരിക്കുന്ന കുടിയേറ്റക്കാർ പലപരമായ കാരണങ്ങളുണ്ട്. നമുക്കറിയാം 1971-ലെ ബംഗ്ലാദേശ് വാർ ഉൾപ്പെടെ അല്ലെ, നമുക്കറിയാം അവിടെ നിന്നും ഹിന്ദുക്കൾ മാത്രമല്ല ഈ രാജ്യത്തേക്ക് രക്ഷപ്പെട്ട് ഓടി വന്നത്. അവിടെ പാകിസ്ഥാൻ അവരുടെ കിഴക്കൻ ബംഗാളിൽ വലിയ അടിച്ചമർത്തൽ നടത്തിയപ്പോൾ
ഏകദേശം 1 കോടിക്ക് മുകളിൽ ആളുകളാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി കടന്നു വന്നത്. അതിനകത്ത് മതപരമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം, അല്ലാതെ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള അന്നത്തെ ഭരണകൂടം അവിടെ അടിച്ചമർത്തിയത് അവിടുത്തെ ഹിന്ദുക്കളെ മാത്രമല്ല, കിഴക്കൻ അതുകൊണ്ട് നമുക്കറിയാലോ ഈ പറയുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ഒക്കെ മുക്തിബാഹിനി, ആ മുക്തിബാഹിനിയിൽ ഈ പറയുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ പോരാടിയത് അവിടുത്തെ ഹിന്ദുക്കളാണോ? അല്ല, അവിടുത്തെ അത് മതപരമായ ഒരു ചിത്രമല്ല. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊന്ന് മതം നോക്കിയല്ല നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. അപ്പോൾ പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് എന്താ, ഈ ഭരണകൂടം എന്താ ചെയ്യുന്നത്? ഈ ഭരണകൂടം ചെയ്യുന്നത്, മോദി ഭരണകൂടം ചെയ്യുന്നത് അതിന് മതപരമായ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കൃത്യമായി ഞങ്ങളുടെ ആശങ്ക എന്താണെന്ന് പറയാം. കാരണം നമുക്കറിയാം, മോദി ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രമായ അടിത്തറ എന്ന് പറയുന്നത് RSSന്റെ ഐഡിയോളജിയാണ്. ഇത് നമുക്ക് മൊത്തം കൃത്യമായിട്ട് അറിയാം. RSSന്റെ ഐഡിയോളജി രൂപീകരിക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകിയത് മാധവ് സദാശിവ് ഗോൾവാൾക്കറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഇന്ത്യൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നേഷൻ ഹുഡ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരു ആമുഖം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഹു ഈസ് എ ഹിന്ദു, അല്ലെ ആരാണ് ഒരു ഹിന്ദു, ആരാണ് ഒരു ഇന്ത്യൻ, കൃത്യമായ നിർവചനങ്ങളുണ്ട്. കാരണം ഹിന്ദു മതത്തിന്റെ ഈ പറയുന്ന ഹിന്ദു മതത്തെ ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം രണ്ടായി തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അതിനെ പിന്തുണയ്ക്കുന്ന അല്ലാത്ത ആളുകളൊന്നും അവരുടെ അടിസ്ഥാനത്തിൽ അവരുടെ നിർവചനത്തിൽ ഈ രാജ്യത്തെ പൗരന്മാരല്ല. അതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നപ്പോ നിങ്ങൾ ചോദിക്കുന്നു ഈ ആർക്കും പിന്നെ പൗരത്വം പിന്നെ നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെ എന്താണ് എതിർക്കുന്നത്? ഇത് എന്ന് പറയുന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം. ഇതിന്റെ കാരണം കൃത്യമായി തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് സെൻസസ് നടത്താത്തത്? 2011 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 1961 ഇന്ത്യ ചൈന വാർ ഉണ്ടായത്, 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടായത്. എത്രമാത്രം ഗുരുതരമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇന്ത്യ വലിയൊരു യുദ്ധമുഖത്ത് നിന്നപ്പോൾ പോലും 1961 1971 ഈ രാജ്യത്ത് സെൻസസ് നടന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് 2011 ശേഷം 2021 ഈ രാജ്യത്ത് സെൻസസ് നടക്കാത്തത്? കാരണം നിങ്ങൾക്ക് കൃത്യമായി ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. 2019 പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഞാൻ കൃത്യമായി പറയട്ടെ, നിങ്ങൾ ഇതിനെ ചിത്രീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഇത് മുസൽമാന്റെ പ്രശ്നമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക തരം വസ്ത്രം ധരിക്കുന്നവർ മാത്രമാണ് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ പറയാമോ? പക്ഷെ BJP പ്രതീക്ഷിക്കുന്നതിന് ഇങ്ങനെ ഒരു മതത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഉയർത്തിക്കാട്ടിയത് BJP അല്ല ശ്രീ പ്രൊഫസർ ടോണി. ഇത് നിങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷമാണ് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്ന വാദോരാത കവലുകൾ തോറും പ്രസംഗിച്ച് താങ്കളിലേക്ക് മടങ്ങിയെത്താം. അതിന് മുൻപ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ഇടവേള. യെസ്, ശ്രീ സീറ്റ് പണിക്ക് നമ്മൾ ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും പ്രൊഫസർ ടോണി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോൾ അതിൽ നിന്ന് മുസ്ലിം മതവിഭാഗത്തിലെ തന്നെ ഇതര വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഷിയ പോലെയുള്ള വിഭാഗങ്ങളെ മാറ്റി നിർത്തപ്പെട്ടു. എന്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് ഇതിൽ ഒരു മതപരമായ വിവേചനത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, നോക്കൂ, ഇതിൽ ശ്രീ റോണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് മതപരമായിട്ടുള്ള ഒരു വിവേചനമല്ല, നേരെ മറിച്ച് മതം ഇവിടെ ഒരു വിഷയമാകുന്നതിന്റെ കാരണം ഇത് ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ആ കാലയളവിൽ ഉണ്ടായിരുന്ന ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ വളരെ കൂടുതൽ അവിഭക്ത ഇന്ത്യ, അതായത് അന്നത്തെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പലരും ചോദിക്കുന്നുണ്ട് ഇന്ത്യ എത്ര സ്ഥലം അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്നുണ്ട് എന്ന്. അവിഭക്ത ഇന്ത്യയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ ഭാഗം ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനുമായി ചേർന്നിട്ട് ഉള്ള ഈ ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഒരു നാച്ചുറൽ ജസ്റ്റിസ് നിഷേധിക്കപ്പെട്ടു. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൗരന്മാരെ, ന്യൂനപക്ഷങ്ങളെ, ഭൂരിപക്ഷങ്ങളെ ഒക്കെ തന്നെ കൈമാറ്റം ചെയ്യുകയും അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകുകയും അത് നെഹ്റു ലിയാഖത്ത് പാക്ട് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഈ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞത് നടന്നില്ല. ഈ 3 രാജ്യങ്ങളുടെയും ഒരു സ്റ്റേറ്റ് റിലിജിയൻ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് പെർസെക്യൂട്ട് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള അനീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇരയെയും വേട്ടക്കാരനെയും ഒരേ മനോഭാവത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലേക്ക് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ അഭയത്തിനായിട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ അവർക്കാണ് നമ്മൾ അഭയം കൊടുക്കുക. അല്ലാതെ പിന്നാലെ ഓടി വരുന്ന പീഡകന് നമ്മൾ അഭയം കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇവിടെ തുല്യത, ആർട്ടിക്കിൾ 14 അനുസരിച്ചിട്ടുള്ള തുല്യത ഇവിടെ നടപ്പാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. തന്നെയുമല്ല, ഇവിടെ ശ്രീ ബലദേവ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 25 മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം അത് നിങ്ങളുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും അനുവർത്തിക്കാനുള്ള എല്ലാവിധ അവകാശാധികാരങ്ങളും നിലവിലുമുണ്ട്. ഇനി ശ്രീ റോണി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 2003
2004 അമെന്റ്മെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 2003 പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അന്ന് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ്, തൊട്ടടുത്ത വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പൗരത്വം നൽകുന്നതിനുള്ള ഉദാരമായിട്ടുള്ള നടപടികൾ ഈ നിയമത്തിൽ ഉണ്ടാകണമെന്നാണ് അന്നത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞത്. താങ്കൾക്ക് ആ ഡോക്യുമെന്റ് രാജ്യസഭ റെക്കോർഡിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അതേ തുടർന്ന് നജ്മ ഹെപ്തുള്ളയാണ് അന്നത്തെ രാജ്യസഭയിലെ ഉപാധ്യക്ഷ. അവർ പറയുന്നുണ്ട് സമാനമായിട്ടുള്ള അവസ്ഥ പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങൾക്കുമുണ്ട് എന്ന്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ശങ്കർ റോയ് ചൗധരി എന്നോ മറ്റോ പേരിലുള്ള ഒരു ആർമി വെറ്ററൻ ഉണ്ട്. അദ്ദേഹം ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് വന്നയാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം താല്പര്യത്തോടുകൂടി പൊതുസമ്മതനായി വന്നിരുന്ന ഒരു രാജ്യസഭാ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹവും പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് തന്നെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. അതിനോടുകൂടി അല്പം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന പീഡനം എന്ന് പറയുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന മതപീഡനം എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആണ്. അതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോ ഇതിനു മുമ്പൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ആരും തന്നെ ഈ അമെന്റ്മെന്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും തന്നെ മുൻപ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി ശ്രീ ബലദേവ് തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരത്വം എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പറയുന്നത്. അതിൽ ഒരു ഭാഗത്തും അത് മതാധിഷ്ഠിതമായിരിക്കണമെന്നോ ഈ രീതിയിലായിരിക്കണമെന്നോ എന്നുള്ള നിഷ്കർഷയില്ല. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ അദ്ദേഹത്തിനോട് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, എന്താണ് സാർ ആർട്ടിക്കിൾ 11 പറയുന്നത്? ആർട്ടിക്കിൾ 11 പറയുന്നത് ഇങ്ങനെയാണ്: നത്തിങ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ്. അതായത് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും എന്തിനു തടസ്സമല്ല. ഓഫ് ദിസ് പാർട്ട് ഷാൽ ഡെറഗേറ്റ് ഫ്രം ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു മേക്ക് എനി പ്രൊവിഷൻ. നോക്കണം, എനി പ്രൊവിഷൻ with respect to the acquisition or termination of citizenship and all other matters relating to citizenship. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് അത് നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അത് ഇല്ലാതെയാക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്ത് തരത്തിലുള്ള പ്രൊവിഷൻസും ഉണ്ടാക്കുന്നതിനെ പാർലമെന്റിനുള്ള അധികാരത്തിനെ ഈ 5 മുതൽ 10 വരെ പറയുന്ന പ്രീസീഡിംഗ് ആയിട്ടുള്ള ക്ലോസുകൾ ബാധിക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ പാർലമെന്റ് ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ആ നിയമം അവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അല്ലാതെ ഇത് ശിലാലിഖിതം എന്ന രീതിയിലേക്ക് കാണേണ്ടതല്ല, അമെന്റ്മെന്റുകൾ ഉണ്ടാകാം. ഇനി ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രസക്തമായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഇവിടെ ആസാമിലെ കാര്യം പറഞ്ഞു. ശ്രീ റോണി ആസാമിലെ കാര്യം പറഞ്ഞു. നോക്കൂ, ആസാമിലെ കാര്യം ആര് പറഞ്ഞിട്ടാണ് ശ്രീ റോണി ആസാമില് NRC നടപ്പാക്കിയത്? അത് BJP പറഞ്ഞിട്ടാണോ, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ, അതോ സുപ്രീം കോടതി പറഞ്ഞിട്ടാണോ? സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലേ. അപ്പൊ സുപ്രീം കോടതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആസാമിലെ NRC നടപ്പാക്കണം എന്ന് പറഞ്ഞത്. അതിനനുസരിച്ചുള്ള പ്രൊസീജിയറുകൾ മുഴുവൻ നടന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ്. അല്ലാതെ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമല്ല. ഇനി അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു. നോക്കൂ, ഈ വിദേശ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തുല്യതയൊക്കെ പറയുമല്ലോ, ഇപ്പൊ ആർട്ടിക്കിൾ 14 തുല്യതയെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 14 തുല്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയെയും, അത് വിദേശിയാകാം സ്വദേശിയാകാം, അവരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാൻ പാടില്ല, എല്ലാവരും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഉണ്ട്, അല്ലെങ്കിൽ എവരിവൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ അതിനർത്ഥം നമ്മൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും പൗരത്വത്തിന് ഒരേപോലെ പരിഗണിക്കുന്നു എന്നല്ല. ശ്രീ ബലദേവ് തന്നെ പറഞ്ഞിരിക്കുന്ന 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിൽ 10ാമത്തെ ആർട്ടിക്കിൾ എന്താണ് ശ്രീ ബലദേവ് പറയുന്നത്? 10ാമത്തെ ആർട്ടിക്കിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, 10ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഏതൊരാളിനും ഒരു പൗരനായിട്ടുള്ള, അതായത് എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അണ്ടർ ദി ഫോർഗോയിങ് പ്രൊവിഷൻസ്, മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈസ് സബ്ജക്ട് ടു എനി ലോ ദാറ്റ് മേ ബി മേഡ് ബൈ ദ പാർലമെന്റ് ഷാൽ കണ്ടിന്യൂ ടു ബി എ സിറ്റിസൺ ഓഫ് ദ കൺട്രി. അതായത് നിങ്ങളുടെ പൗരത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മൗലിക അവകാശം എന്ന രീതിയിലേക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ പൗരത്വത്തിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനോ ഇവിടെ പാർലമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അതായത് ഞാനിപ്പോൾ ജന്മന ഒരു പൗരനായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും എനിക്ക് ആ പൗരത്വം ഉണ്ടായിരിക്കണമെന്നില്ല. എന്റെ പൗരത്വം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും, എവറി പേഴ്സൺ, അവർക്ക് തുല്യമായിട്ട് ലഭിക്കാവുന്ന ഒരു അവകാശമല്ല പൗരത്വം എന്ന് ആർട്ടിക്കിൾ 10 കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഒരു പ്രൊറോഗേറ്റീവ് ആണ്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 10ഉം 11ഉം ഇവിടെ റെലവെന്റ് ആകുന്നത്. അപ്പോ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്ന് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പൗരത്വത്തിന് അവകാശമുണ്ട് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല. നിലവിൽ എങ്ങനെയാണ് പൗരത്വം കൊടുക്കുന്നത്? ഓൺ എ കേസ് ബൈ കേസ് ബേസിസ് ആണ്. ഒരാൾ അപേക്ഷിക്കുന്നു, ആ ആളിന്റെ കുറേയധികം കാര്യങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അയാൾക്ക് മുമ്പ് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്ന് അയാൾ വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ ഈ നിയമം വരുന്ന സമയത്തും അത് ബാധകമാണ്.
ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് അതർവൈസ് കരുതപ്പെടുമായിരുന്ന, ഈ ജീവനം കൊണ്ട് മാത്രം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന, വളരെ പരിമിതമായിട്ടുള്ള റെക്കോർഡുകളുമായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന, പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആൾക്കാർ, ആ ആൾക്കാർക്ക് നമ്മുടെ രാജ്യം സംരക്ഷണം കൊടുക്കുന്നു. ആ സമയത്ത് അവനെ പീഡിപ്പിക്കുന്ന ആളിനും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ അത് തുല്യതയാകൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഗവൺമെന്റ് തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ചില ജോബുകൾ, അത് കേന്ദ്ര സർക്കാരിലുള്ള ചില ജോബുകൾക്ക് തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പറയും. ആ മാനദണ്ഡങ്ങൾ പറയുന്ന സമയത്ത് അത് തുല്യതയല്ല. കുറേയധികം ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 14 വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ ഞാൻ പറയാം, സിഖുകാരെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഹെൽമെറ്റ് വെക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഹെൽമെറ്റ് വെച്ചേ പറ്റുള്ളൂ, അവരുടെ പേരിൽ അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു അനീതിയാണ്, ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ് എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി എനിക്ക് റിലീഫ് ഗ്രാന്റ് ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ ഇത് ഈ അബ്സല്യൂട്ട് എന്ന രീതിയിലത്തേക്കല്ല, നേരെ മറിച്ച് നിങ്ങൾക്കൊരു ക്ലാസിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇവിടെയുള്ള ക്ലാസ് എന്തായിരുന്നു? മതവുമായി ബന്ധപ്പെട്ട് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് അവർക്ക് ഈ പിന്നെ അവരുടെ ഈ എന്താ പറയുന്നത് ടർബൻ ധരിക്കുക എന്നുള്ളത് കൊണ്ട് അവർക്ക് എക്സംപ്റ്റഡ് ആണ്. പോലീസിൽ സാധാരണ താടി വളർത്താനായിട്ട് അനുവദിക്കില്ല. പക്ഷെ സിഖുകാർക്ക് ആ കാര്യത്തിൽ ഒരു എക്സംപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് കരുതുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് പോലും പല കാര്യങ്ങളിലും ഈ ആർട്ടിക്കിൾ 14 എന്നതിൽ നിന്ന് ഇളവുണ്ട്. ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഈ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കണമെന്ന്. എല്ലാവരും പറയുകയാണ്, മ്യാൻമറിൽ നിന്നുള്ള ആൾക്കാർ, റോഹിംഗ്യകളായിട്ടുള്ള ആൾക്കാർ, ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ആൾക്കാർ, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ആ സമയത്തൊക്കെ ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇവിടെ ഉണ്ട്. എത്ര ആൾക്കാർക്കാണ് നമ്മൾ പൗരത്വം നൽകിയത്? ഡിറ്റൻഷൻ സെന്ററുകളിൽ എത്ര പേരാണ് കഴിഞ്ഞത്? അതിന്റെ കാരണം എന്തായിരുന്നു? ഒരാൾ അഭയാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ ആ ആളിന് അയാളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കണം എന്നാണ്. ശ്രീലങ്ക എന്നേ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അവരുടെ പ്രസിഡന്റ് ഉൾപ്പെടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ സ്ട്രിക്ട്ലി നമ്മൾ ഈ നോക്കുന്ന UN ഡെഫിനിഷൻ അനുസരിച്ചുള്ള അഭയാർത്ഥി പട്ടികയിലേക്ക് വരില്ല. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പാകിസ്ഥാനിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ കഴിയാത്ത ആൾക്കാരാണ്. ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭജനവുമായി ഇവർക്ക് വളരെ വലിയ ബന്ധമുണ്ട്. ഈ റോഹിംഗ്യകൾക്ക് അതില്ല, ശ്രീലങ്കക്കാർക്ക് അതില്ല, സൗദി അറേബ്യയിൽ നിന്നുള്ള ആൾക്കാർക്കോ ചൈനക്കാർക്കോ ഇല്ല. നേരെ മറിച്ച് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുണ്ട്. അപ്പൊ ചരിത്രപരമായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമമായിട്ട് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ചുരുങ്ങിയത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീതി പടർത്താനെങ്കിലും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭീതി പരത്തെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർക്കൊക്കെ എത്താൻ സാധിക്കൂ. ശ്രീ സീത് പണിക്കർ, ഒരു നിമിഷം കെ എസ് രാധാകൃഷ്ണൻ സാർ, താങ്കളിലേക്ക് വന്നാൽ, നേരത്തെ ഈ അഡ്വക്കേറ്റ് ബൽദേവും ഒപ്പം റോണിയൊക്കെ പറഞ്ഞ പോലെ തന്നെ വികസനം, അതിൽ കുറച്ചുകൂടി എനിക്കൊന്നും ബൽദേവാണ് ആ കാര്യം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. വികസനം ഒന്നും പറയാനില്ല, ഏതാനും ചില റോഡുകൾ മാത്രമാണ് ചെയ്തത്, അതും കടപ്പത്രം അച്ചടിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ്. അതുകൊണ്ട് മറ്റൊന്നും പറയാനില്ല കേന്ദ്ര സർക്കാർ. അതുകൊണ്ടാണ് ഈ അവസാന നിമിഷം ഇത്തരത്തിൽ ഒരു തിടുക്കപ്പെട്ട് ഇത്തരം ഒരു പ്രീണനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗീയതയിലേക്ക് പോകുന്ന നിലപാട് BJP സ്വീകരിച്ചതെന്ന്. താങ്കളുടെ പ്രതികരണം വളരെ സമയക്കുറവാണ്, എന്നാൽ വളരെ വേഗം ഈ വിഷയത്തിൽ കൂടി താങ്കളുടെ പ്രതികരണം പ്രതീക്ഷിക്കും. എൻ്റെ ബഹുമാനായ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളോട് സത്യത്തിൽ ഞാൻ പ്രതികരിക്കേണ്ടതെന്നാണ് കരുതിയത്. കാരണം ഈ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, ഈ 5 അടിസ്ഥാന ആവശ്യങ്ങളും ഇവിടുത്തെ ശരാശരി മനുഷ്യന്, സാധാരണക്കാരന്, ദരിദ്രന് ഉറപ്പാക്കിയ ഭരണമാണ് മോദിയുടേത്. അതാണ് ഞങ്ങളുടെ വികസനം. റോഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലെ വികസനമാണ്. പക്ഷേ ഞങ്ങൾ അരി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വെളിച്ചം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പരിഹാരം, അതാണ് ഞങ്ങളുടെ വികസനം. ഞങ്ങളത് പറഞ്ഞോളാം, ഞങ്ങളത് പറയും. അത് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വികസനവും നടത്താത്ത ഇടതുപക്ഷത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അല്പം ലജ്ജ തോന്നിയാൽ അത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ നിയമം വന്നിരിക്കുന്നത് മാനദണ്ഡം മതമല്ല ബൽദേവേ. വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കണം, മതമല്ല മാനദണ്ഡം. മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനമാണ് മാനദണ്ഡം. ആ പീഡനത്തിൽ പെട്ട് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന് കൊടുക്കുന്ന സാന്ത്വനമാണത്. ആ സാന്ത്വനം കൊടുത്തേ പറ്റൂ.
അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഏത് പൗരനും ഒരു നിശ്ചിത വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടന നിശ്ചിത വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. ആ സമ്പ്രദായത്തിലൂടെ ആർക്ക് വേണമെങ്കിലും പൗരത്വം നേടാം. ഇതങ്ങനെയല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ കോൺഗ്രസ് സുഹൃത്തിന് എന്താ പറയാനുള്ളത്? എന്താണ് ഞാൻ ചോദിച്ചത്? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന, നമ്മുടെ ഈ മൊത്തം രാജ്യമായിരുന്നല്ലോ, പാകിസ്ഥാനിൽ എങ്ങനെയാണ് 24% ഹിന്ദുക്കൾ ഇല്ലാതെയായത്? അതിനൊരു ഉത്തരം വേണ്ടേ? എങ്ങനെയാണ് 26% പേര് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഇല്ലാതെയായത്? എങ്ങനെയാണ് മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഈ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇല്ലാതെയായത്? ശ്രീ കെ എസ് രാധാകൃഷ്ണൻ സാർ, സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഇത് ഈ യാഥാർത്ഥ്യമൊന്നും അറിയാഞ്ഞിട്ടല്ല അഡ്വക്കേറ്റ് ബൽദേവും ടോണിയും ഒക്കെ അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം. കാരണം അത് പറഞ്ഞേ രക്ഷയുള്ളൂ. ജീവൻ യാചിച്ച് എത്തിയ ആളുകൾക്ക് അഭയം നൽകിയതിനെ മതവൽക്കരിച്ചെങ്കിൽ, അത് ഒരു മതവിഭാഗത്തിനെതിരാണെന്ന് വരുത്തി തീർത്തെങ്കിൽ മാത്രമേ തങ്ങൾ ലക്ഷ്യം വെക്കുന്ന വോട്ട് ബാങ്കിലേക്ക്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് അവർക്ക് മാറ്റാൻ കഴിയുമെന്ന മുതലെടുപ്പ് തന്നെയാണ് അതിന് പിന്നിലെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഇടപെട്ടതൊപ്പം പ്രേക്ഷകർക്ക് നന്ദി.